നിശ്ചയമായും ഉമ്മാക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന വേറൊരു സൽപ്രവൃത്തിയും എനിക്കറിയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ഉമ്മ കൂടെ ഉള്ളത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമ്മുടെ ഉമ്മ നമ്മെ താരാട്ടുപാടി ഉറക്കുന്നതും നമുക്ക് ആഹാരങ്ങൾ, രുചിയേറിയ വിഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാക്കി തരുന്നതും ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങളിൽ ചേർത്ത് പിടിക്കുന്നതും ഒക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള കിണറ്റുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വിഷമമേറിയ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഉള്ളിൽ ഇത്രത്തോളം വിങ്ങലുള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തിരിക്കുന്നത് 33 വയസ്സായ ഈ മൂന്ന് പറക്കമുറ്റാത്ത പിഞ്ചു മക്കളുടെ ഉമ്മയുടെ കൂടെയാണ്. സുദീന എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ അസുഖം എന്ന് പറയുന്നത് ക്യാൻസറാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഭയക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ രോഗം എന്ന് പറയുന്നത്. ഇതുവരെ 3 മേജർ സർജറികളാണ് സുദീന എന്ന് പറയുന്ന ഒരു മാതാവ് ഈ ചെറുപ്രായത്തിൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഇത്രയും നാൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 3 മക്കൾക്ക് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. നിങ്ങൾ ആരും ഇവരെ കൈവിടരുത്. ഇവർക്ക് ആവശ്യമുള്ളത് ഏറ്റവും ഭീമമേറിയ ഒരു തുകയാണ്. 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ചികിത്സയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ബ്രസ്റ്റ് ക്യാൻസറും തൈറോയിഡും അതുപോലെ തന്നെ ക്യാൻസർ കരളിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ആരും ഈ ഒരു കുടുംബത്തിന് എന്ത് ചെയ്യരുത്, കൈവിടരുത്. ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ നിങ്ങളുടെ സദക്കയും സക്കാത്തും ഒക്കെ ഈ ഒരു കുടുംബത്തിന് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഏറ്റവും അർഹതയേറിയ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു കുടുംബത്തിനെ മറക്കരുത്, കൈവിടരുത്. നമ്മളുടെയൊക്കെ ഒരു സഹോദരിമാരായി, നമ്മളുടെ മക്കളായി, നമ്മുടെ കുടുംബമായി ഈ സ്ഥാനത്തിൽ നമ്മളായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. 1 രൂപയെങ്കിലും സദക്ക ചെയ്ത് സഹായിക്കുക. നിങ്ങളെപ്പോലുള്ള സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇവരുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും തിരിഞ്ഞു പോകരുത്. ഇത് ഞാനിനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനിക്ക് സത്യം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരും. ഞാനിനി കരഞ്ഞു പോകുമോ, ഇനി നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കരയുന്നതാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ എന്ന് പോലും എനിക്ക് പേടിയുണ്ട്. കാരണം ഏറ്റവും അർഹതപ്പെട്ട